വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിതാ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് പോയി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഊഹിച്ച സാധനം തന്നെയാണ്. രണ്ടും ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനം, ഓൺലൈനായിട്ട് മീഷോന്ന് വന്ന സാധനം, രണ്ടും നമ്മളെ ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടാണ് കേട്ടോ. മറ്റേത് ഹാങ്ങിങ് പോട്ട്സ് ആണ്. നമുക്കത് നോക്കാം. ഞാനിത് പുറത്തുനിന്ന് ഇപ്പോൾ നമ്മളടുത്തുള്ള ചമ്മാട് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പോട്ട്സാണിത്. ഞാനിപ്പോൾ ഈ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ആ സൈസിലുള്ള പോട്ട് 2 പിന്നെ അതിൻ്റെ നേരെ ചെറിയ പോട്ട് ഒരു 5 വാങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആയിട്ട് തോന്നി. എനിക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നി. ഞാൻ ഓൺലൈനിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. രണ്ടും ഡിഫറെൻറ്റ് സൈസാണ് കേട്ടോ. ആ ചെറിയ സൈസ് ഞാൻ 5 വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 40 രൂപയാണ് കേട്ടോ റേറ്റ്. അതിന് നേരെ വലിയ 2 വാങ്ങിച്ച ആ സെറ്റിന് 60 രൂപ. അങ്ങനെ ടോട്ടൽ 320 രൂപക്കാണ് ഇത്രയും ഐറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണ്ണി നോക്കുകയാണ് 5 ഉണ്ടെന്ന്. അങ്ങനെ ഇത്രയും സാധനം നമുക്ക് 320 രൂപയാണ്. പക്ഷേ മൂപ്പരോട് നമ്മൾ ഡിസ്കൗണ്ട് ആക്കി കാക്കാന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാക്ക് അത് നമുക്ക് 300 രൂപക്ക് തന്നു. ഇനി നമുക്ക് മീഷോന്ന് വന്നിട്ടുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ മീഷോയിൽ കുറേ ആയിട്ട് വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചൊരു സംഭവമായിരുന്നു കേട്ടോ. ഹാങ്ങിങ് ബോർഡ്സ് ആണ്. ഇതിന് വെറും 160 170 170 സംതിങ് ആയിട്ടുള്ളൂ. കറക്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എത്രയാന്ന്. പിന്നെ അതിൽ ഹാങ് ചെയ്യാനുള്ള ചെയിൻസൊക്കെ അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. 3 കളറിൽ രണ്ടെണ്ണം വീതമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനത് 6 കളർ വരുമോ എന്ന് പേടിച്ചിരുന്നു. എന്തായാലും കുഴപ്പമില്ല, 3 കളറിലേ വന്നിട്ടുള്ളത്. ഒറ്റ കളറുള്ള ഞാൻ കുറേ തപ്പി നോക്കി കിട്ടിയിട്ടില്ല. എന്തായാലും നല്ല വർത്തായിട്ട് തോന്നി. ആ ഒരു പ്രൈസിന് അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട്. ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മീഷോന്ന് പോട്ട്സും കാര്യങ്ങളും പ്ലാന്റിങ്ങിൻ്റെ ഓരോ സംഭവങ്ങളും ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോണൊന്ന് ചേഞ്ച് ആക്കിയപ്പോൾ വീഡിയോസ് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട് അതിന് ചെയിനിനൊക്കെ. ഞാനത് ഓരോന്നായിട്ട് അതിൽ കൊളുത്തി കൊടുത്ത് നോക്കുകയാണ്. അങ്ങനെ ഞാൻ ഫുള്ള് ഇതൊന്ന് കൊളുത്തി കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഈ ചില കീ ചെയിനിലൊക്കെ ഉള്ള പോലത്തെ ഒരു ചെറിയൊരു ലോക്ക് സിസ്റ്റമാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം വെയിറ്റ് താങ്ങും എന്നുള്ളത് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെടിയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ട് ആ ഒരു ചെയിനൊക്കെ. പിന്നെ സൈസ് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും കുറച്ച് കുറവാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. എല്ലാത്തിനും ഞാൻ ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മാത്രം ബാക്കിയാണ്. അതിന് ഇട്ട് കാണിച്ചു തരാം. ഇത് ചെയിനിൻ്റെ ക്വാളിറ്റി നോക്കൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിങ് കനമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പറഞ്ഞാൽ കട്ടിങ് കനമുണ്ട്. ഞാനായിട്ട് ഇങ്ങനെ കിലുക്കി നോക്കി. ശരിക്കും ഒരു മെറ്റലാണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇനി ഇത് എത്ര ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പിന്നീട് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെടികളും പൂക്കളും ഇതുപോലെ പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.